കൗരവരുടെ ഒരേയൊരു സഹോദരിയായിരുന്നു ദുഷള. 100 സഹോദരന്മാരുടെ ഒരേയൊരു പെങ്ങൾ സുഷള എന്നായിരുന്നു യഥാർത്ഥ നാമം. ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും മകളായ ദുഷളയെ വിവാഹം കഴിച്ചത് സിന്ധു രാജാവായ ജയദ്രഥനാണ്. ജയദ്രഥൻ പാണ്ഡവരുടെ വനവാസകാലത്ത് പാഞ്ചാലിയെ അപഹരിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പാണ്ഡവർ ജയദ്രഥനെ കൊല്ലാതെ വിടുന്നത് അദ്ദേഹം ദുഷളയുടെ ഭർത്താവായതുകൊണ്ട് മാത്രമാണ്. എന്നാൽ അഭിമന്യുവിനെ കൊല്ലാൻ നിർണായക പങ്ക് വഹിച്ച ജയദ്രഥനെ അർജുനൻ കൊല്ലുന്നു. മരണവേളയിൽ ദുര്യോധനൻ വിലപിച്ചതും ദുഷളയെക്കുറിച്ചായിരുന്നു. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് യുധിഷ്ഠിരന്റെ അശ്വമേധത്തിനായി അർജുനൻ വിദർഭ ദേശത്തെത്തുമ്പോൾ ദുഷളയുടെ പുത്രൻ സുരഥനും മറ്റു ചില യോദ്ധാക്കളും അശ്വത്തെ തടയുന്നു. അർജുനൻ വധിക്കുമെന്ന് പേടിച്ച് സുരഥൻ ആത്മഹത്യ ചെയ്യുന്നു. ഈ വിവരമറിഞ്ഞ് ദുഃഖിതയായ ദുഷള സുരഥന്റെ പിഞ്ചു കുഞ്ഞുമായി അർജുനന്റെ അടുത്തെത്തുന്നു. അവരുടെ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ അർജുനൻ യുദ്ധം അവസാനിപ്പിക്കുകയും സുരഥന്റെ പുത്രനെ സിന്ധു രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു.